വർഷം, മാസം അതൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹിജറ വർഷത്തിലെ 1-ാം മാസമാണ് മുഹറം. അങ്ങനെയാവുമ്പോൾ ഹിജറ നടന്നത് മുഹറം 1-നാകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല, ഹിജറ നടന്നത് റബീഉൽ അവ്വൽ 12-നാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. ചരിത്രമാണ്. ചരിത്രമാവുമ്പോഴുള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നേ ഉള്ളൂ. എന്തായാലും മുഹറം ഒന്നിനല്ല. പിന്നെ എങ്ങനെയാണ് മുഹറം ഹിജറയിലെ 1-ാം മാസമായത്? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ തുടങ്ങി 12 മാസങ്ങൾ അറബിയിൽ എണ്ണി വരുന്ന ഒരു രീതി നേരത്തെ ഉണ്ട്. കൊല്ലം കണക്കാക്കുന്ന രീതിയിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ആദം നബി അലൈഹിസ്സലാം വന്നതിന് ശേഷം ആദം നബി ഭൂമിയിൽ വന്നതിൻ്റെ 1-ാം കൊല്ലം, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നതിൻ്റെ 2-ാം കൊല്ലം, ആദം നബി വന്നതിൻ്റെ 3-ാം കൊല്ലം, അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. നൂഹ് നബി വന്നപ്പോൾ നൂഹ് നബിയുടെ 1-ാം കൊല്ലം, നൂഹ് നബിയുടെ 2-ാം കൊല്ലം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 950-ാം കൊല്ലം. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതാക്കി. തൂഫാൻ വർഷം 1, തൂഫാൻ 2-ാം വർഷം, തൂഫാൻ 3-ാം വർഷം, അങ്ങനെ ആക്കി. ഈസ നബി അലൈഹിസ്സലാം വന്നപ്പോൾ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മവർഷം 1-ാം കൊല്ലം, 2-ാം കൊല്ലം, അങ്ങനെ ആക്കി. അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതിലേക്ക് ചേർത്ത് കൊല്ലം കണക്കാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ തൊട്ടു മുമ്പുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ആനക്കലഹമാണ്. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അന്ന് മുതൽ ആനക്കലഹ 1-ാം വർഷം ആമുൽ ഫീൽ എന്നാണ് അതിന് അറബിയിൽ പറയാം. ആമുൽ ഫീൽ 1-ാം കൊല്ലം, ആമുൽ ഫീൽ 2-ാം കൊല്ലം, ആമുൽ ഫീൽ 3-ാം കൊല്ലം, അങ്ങനെയാണ് എണ്ണിപ്പോരൽ പതിവുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിലേക്ക് ചേർത്തുകൊണ്ട് നബി ജനിച്ചതിൻ്റെ 1-ാം കൊല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ 2-ാം കൊല്ലം, അങ്ങനെ പറയൽ പതിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ നബി തങ്ങളുടെ വഫാത്തിൻ്റെ 1-ാം കൊല്ലം, നബി തങ്ങളുടെ വഫാത്തിൻ്റെ 2-ാം കൊല്ലം, അങ്ങനെ എണ്ണിത്തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കത്തിടപാടുകൾ ധാരാളമായി നടന്നു. കിസ്രയിലേക്കും കൈസറിലേക്കും ഫലസ്തീനിലേക്കുമൊക്കെ കത്തിടപാട് ധാരാളം നടന്നപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ ഒരു ഡേറ്റ് എഴുതണം. അത് ഓരോ കത്തിനും ചിലത് ഈസാ നബിൻ്റെ കൊല്ലം വെച്ച് എഴുതും, ചിലത് ആമുൽ ഫീൽ വെച്ച് എഴുതും, ചിലത് മീലാദുൻ നബി വെച്ച് എഴുതും. അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവമില്ലാത്തതിനാൽ അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ധാരാളം പ്രധാനികളെ വിളിച്ചു ചേർത്ത് അവരോട് ഈ വിഷയം ചർച്ച ചെയ്തു. നമുക്ക് ഒരു യൂണിഫോമിറ്റി, കൊല്ലം കണക്കാക്കുന്നതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവരാം. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിനൊടുവിൽ അവസാനം തീരുമാനത്തിലെത്തി ഹിജ്റയിലേക്ക് ചേർക്കാം. അങ്ങനെയാണ് കൊല്ലം ഹിജ്റയിലേക്ക് ചേർത്ത് വരൽ ആരംഭിച്ചത്. ഈ ഇംഗ്ലീഷ് മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും അറബി മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും മലയാള മാസം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുമ്പോൾ സൂര്യൻ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. 365 ദിവസം കൊണ്ടാണ് അത് ഒരു വട്ടം പൂർത്തിയാക്കുന്നത്. അതിനാൽ ഇംഗ്ലീഷ് മാസത്തിലെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം തന്നെ ഉണ്ടാകുക.
ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ 4 ദിവസം അതിലുണ്ട്. 365 4 ദിവസം ഉണ്ടായതുകൊണ്ട് കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ഡേറ്റ് അങ്ങോട്ടിടും ഒരു ദിവസം. കാരണം 360 വെച്ചിട്ട് 65 വെച്ചിട്ടേ ഉണ്ടുള്ളൂ, കാലം എണ്ണാൻ കഴിയൂലല്ലോ. അപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ദിവസം കൂടിയാണ് കൂട്ടിയിടും. അങ്ങനെയാണ് ഇംഗ്ലീഷ് കണക്കാക്കി വരുന്നത്. അറബി മാസം ചന്ദ്രൻ ഉദിക്കുന്നതിനനുസരിച്ചല്ല, ഉദിപ്പ് കാണുന്നതിനനുസരിച്ചാണ് കണക്കാക്കി പോരുന്നത്. അങ്ങനെ ഉദിപ്പ് കാണുന്നതിനനുസരിച്ച് കണക്കാക്കാനുള്ള കാരണം ഹദീസിൽ നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പ് നോൽക്കുക എന്നാണ്, ചന്ദ്രനെ കണ്ടാൽ പെരുന്നാൾ നടത്തുക എന്നാണ്. അതേസമയത്ത് നിസ്കാരത്തിൻ്റെ സമയം ആയാൽ എന്നാണ്, അല്ലാതെ കണ്ടാൽ എന്നല്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് മലയാള മാസങ്ങളാണെങ്കിൽ അത് നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത്. 12 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ കണക്കാക്കി അതിന് പേരിട്ട കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ കണ്ട രൂപം വെച്ചുകൊണ്ടാണ് ആ പേരുകൾ ഇട്ടു പോന്നിട്ടുള്ളത്. ഇന്ന് ആ നക്ഷത്രത്തിന് ആ രൂപം ഇക്കൊള്ളൊന്നൊന്നുമില്ല. പേര് അത് ഇട്ട കാലത്ത് അന്നിങ്ങനെ നോക്കിയപ്പോൾ ചിലത് മാനിൻ്റെ മാതിരിയായിരുന്നു, അപ്പം മാനിൻ്റെ പേരിട്ടു. ചിലതിങ്ങനെ നോക്കിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കണ മാതിരി തോന്നിയപ്പോൾ മിഥുനെന്ന് പേരിട്ടു. അങ്ങനെ അന്ന് പേരിട്ടത് അങ്ങനെയാണ്. ഇന്ന് നോക്കിയാൽ അങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. അങ്ങനെ ആണെന്ന് വിചാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കാണും ചെയ്യും, അത്രേ അതിൻ്റെ കാര്യമുള്ളൂ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ മുസ്ലിങ്ങൾ അറബി മാസം ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കി വരുന്നു. ഹിജ്റ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറിയതാണ്. യാത്ര 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് സിയാറത്ത് എന്ന് പറയുന്ന യാത്രയാണ്. രണ്ടാമത്തേത് റിഹ്ല എന്ന് പറയുന്ന യാത്രയാണ്. മൂന്നാമത്തേത് സഫർ എന്ന് പറയുന്ന യാത്രയാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനമാണ്. ഹജ്ജിന് പോകുക, ഉംറക്ക് പോകുക, കോഴിക്കോട്ടേക്ക് പോകുക, തൃശ്ശൂർക്ക് പോകുക, അതൊക്കെ സിയാറത്താണ്. മമ്പറത്തേക്ക് പോകുക, അപ്പോൾ മമ്പറത്തേക്ക് പോകുക, പുത്തമ്പള്ളിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞത് സിയാറത്താണ്. പിന്നെ ഒരു യാത്രയുള്ളത് റിഹ്ലയാണ്. റിഹ്ല എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി പോകുന്നതാണ്. കച്ചവടത്തിന് വേണ്ടി പോകുന്നത്, ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്, കോഴിക്കോട്ടേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത്, തൃശ്ശൂരിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്, ഇതൊക്കെ റിഹിലയാണ്. റിഹിലയിൽപ്പെട്ടതാണ് കാഫില. കച്ചവട സംഘങ്ങൾ ഒട്ടകപ്പുറത്ത് കച്ചവട ചരക്കുകൾ ഏറ്റിക്കൊണ്ട് പോകുന്നതാണ് കാഫില. അത് റിഹിലയിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ യാത്രയാണ് സഫർ എന്ന യാത്ര. യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ് സഫർ. എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ തന്നെ, അതാണ്. അതിൻ്റെ ഉദാഹരണം കുട്ടികളാണ്. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ഉണ്ട് അറിയും. എവിടേക്കായാലും മടിയിലുണ്ട്, അതാണ്. നമ്മൾ പോണതിനൊരു ലക്ഷ്യം ഉണ്ടാവും, കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല. എവിടേക്കാലും കുഴപ്പമില്ല, ഞാനും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. ഇതധികവും കുട്ടികളാണ് നടത്തുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ആയത്തിലുള്ളത്, ഹദീസിലുള്ളത്. നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്ന ഹദീസിലുണ്ട്. സാഫിറു തസിഹു, നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക. അത് ഈ യാത്രയാണ്. ഏത് യാത്ര? ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. അതാണ് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര. അതാണ് മഹാനായ സയ്യിദുനാ ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര. അതാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ യാത്ര.